ശിവഗിരി എച്ച് റേഡിയോ സാസദസനിത പനിത മഗ മഗരിസ സാസദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനഖാറാം, നേഹ സനിൽകുമാർ, അമൃത. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: 1000 വർഷം പഴക്കമുള്ള വൃക്ഷത്തിന്റെ വിത്ത് മുളപ്പിച്ചതായി ശാസ്ത്രജ്ഞർ. ലാപത ലേഡീസ് ഓസ്കാറിലേക്ക്. കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യം സൂക്ഷിക്കുന്നത് കുറ്റകരം. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. വെടിനിർത്തണമെന്ന് അമേരിക്ക, ആഞ്ഞടിക്കുമെന്ന് നെതന്യാഹു. വേണാട് എക്സ്പ്രസിൽ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വൈറൽ പനിക്കെതിരെ ജാഗ്രത വേണം. 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. 1000 വർഷം പഴക്കമുള്ള വൃക്ഷത്തിന്റെ വിത്ത് മുളപ്പിച്ചതായി ശാസ്ത്രജ്ഞർ. ഷീബ എന്ന പൗരാണിക വൃക്ഷത്തിന്റെ 1000 വർഷം പഴക്കമുള്ള വിത്ത് മുളപ്പിച്ചതായി ശാസ്ത്രജ്ഞർ. ജെറുസലേമിലെ ലൂയി ബോറിക് നാച്ചുറൽ മെഡിക്കൽ റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞരാണ് ബൈബിളിലെ സോറി എന്ന് പരാമർശിക്കുന്ന വൃക്ഷത്തിന്റെ വിത്ത് മുളപ്പിച്ചതായി കാണിക്കുന്നത്. ലാപത ലേഡീസ് ഓസ്കാറിലേക്ക്. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രൻസായി കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ്. രൺവീർ കപൂറിന്റെ ആനിമൽ, കാർത്തിക് ആര്യന്റെ ചന്തു ചാമ്പ്യൻ, പ്രഭാസ് നായകനായ കൽക്കി, മലയാള ചിത്രം ആട്ടം, രാജ്കുമാർ റാവുവിൻ സംവിധാനം ചെയ്ത ശ്രീകാന്ത്, വിക്കി കൗശൽ നായകനായ സാം ബഹദൂർ എന്നീ ചിത്രങ്ങളെ മറികടന്നാണ് ലാപത ലേഡീസ് ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ ചിത്രമായി മാറിയത്. പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും അവതരണ ശൈലിയിലെ മികവുമാണ് ഈ സിനിമയുടെ പ്രത്യേകത. കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യം സൂക്ഷിക്കുന്നത് കുറ്റകരം. കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യമുള്ള വീഡിയോ മൊബൈലിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. പോക്സോ നിയമപ്രകാരമുള്ള കുറ്റം ചുമത്താവുന്ന കേസാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിലയിരുത്തൽ. അത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ കൈമാറാനോ വിതരണം ചെയ്യാനോ ഉദ്ദേശമുണ്ടെങ്കിൽ കുറ്റകരമല്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. ബലാത്സംഗ കേസിൽ നടന്ന സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. അഭിഭാഷകൻ അജീഷ് കളത്തിലാണ് തടസ്സ ഹർജി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകിയ വ്യക്തിയാണ് അജീഷ്. അതേസമയം ബലാത്സംഗ കേസ് പ്രതി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തായി. പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാനാകില്ലെന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് മുൻ സുപ്രീം കോടതി വിധികൾക്കെതിരെയാണെന്നും സിദ്ദിഖ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സിനിമാ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരാണ് കേസിന് കാരണമെന്നും സിദ്ദിഖ് വാദിക്കുന്നു. 154 പേജുള്ള സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ നിലനിൽക്കാത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടിയെന്നാണ് പ്രസ്താവന. ഹൈക്കോടതി നടപടി മുൻ സുപ്രീം കോടതി വിധികൾക്കെതിരെയാണ്. അമ്മയും WCയും തമ്മിലുള്ള തർക്കത്തിൽ ഇരയാണ് താൻ. വെടിനിർത്തണമെന്ന് അമേരിക്ക, ആഞ്ഞടിക്കുമെന്ന് നെതന്യാഹു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ വിഫലം. വെടിനിർത്തലിന് തയ്യാറാക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ തള്ളി. ഹിസ്ബുള്ളയ്ക്ക് നേരെ നടക്കുന്ന സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. 21 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാക്കണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയും ഫ്രാൻസും സംയുക്തമായാണ് ഇസ്രായേൽ മുന്നിൽ വെടിനിർത്തൽ നിർദ്ദേശം വെച്ചത്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാക്കാതിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെ ആഞ്ഞടിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്കിടെ അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിലാണ് വെടിനിർത്തൽ എന്ന ആവശ്യം ഉയർന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ കരാക്രമണത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവ് ലെഫ് ജനറൽ ഹർവേവി സൈന്യത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. വേണാട് എക്സ്പ്രസിൽ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു.
തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ തിരക്കു കാരണം 2 യാത്രക്കാർ കുഴഞ്ഞു വീണു. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന സ്ത്രീകൾ പിറവം റോഡ് കഴിഞ്ഞപ്പോഴാണ് കുഴഞ്ഞു വീണത്. ട്രെയിനിലെ യാത്രക്കാർ ഇവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി. ഓണാവധി കഴിഞ്ഞതിനാൽ വലിയ തിരക്കാണ് ട്രെയിനുകളിൽ അനുഭവപ്പെടുന്നത്. ആവശ്യത്തിന് ട്രെയിനുകളില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. വേണാട് എക്സ്പ്രസിൽ അവസാന 6 കമ്പാർട്ട്മെന്റുകളിൽ ആളുകൾക്ക് കയറാൻ പോലും ആകാത്ത തിരക്കാണ്. തിരക്കിനിടയിൽ പലർക്കും പരിക്കും പറ്റുന്നുണ്ട്. യാത്രാ ദുരിതം മാറാൻ കൂടുതൽ ട്രെയിനുകൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വന്ദേ ഭാരതിനായി ട്രെയിൻ പിടിച്ചിരുന്നതും ദുരിതം ഇരട്ടിയാക്കി. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ വേണാട് എക്സ്പ്രസിന്റെ സമയം മാറ്റിയതും തിരിച്ചടിയായിട്ടുണ്ട്. വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്രയെക്കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും റെയിൽവേ ഇടപെടുന്നില്ലെന്നാണ് യാത്രക്കാരുടെ ആരോപണം. വേണാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്നും ട്രെയിൻ പിടിച്ചിടാത്ത തരത്തിൽ സമയം പുനഃക്രമീകരിക്കണമെന്നും മെമു സർവീസ് ആരംഭിക്കണമെന്നും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 5:25 പുറപ്പെടുന്ന ട്രെയിൻ പലപ്പോഴും ഏറെ വൈകിയാണ് ഷൊർണൂരിലെത്തുന്നത്. എറണാകുളത്തേക്കുള്ള യാത്രകൾ ഉൾപ്പെടെയാണ് വേണാട് എക്സ്പ്രസ് പിടിച്ചിടുന്നതിൽ ഏറെ ദുരിതത്തിലാകുന്നത്. രാവിലെ ഓഫീസിൽ പോകേണ്ടവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ്. വൈറൽ പനിക്കെതിരെ ജാഗ്രത വേണം. ജില്ലയിൽ വൈറൽ പനി കൂടി വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഉയർന്ന പനി, മൂക്കൊലിപ്പ്, തലവേദന, ഉയർന്ന ശരീര താപനില, ശരീരവേദന, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങളുള്ളവർ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയെ സമീപിക്കുകയും ചികിത്സ തേടുകയും വേണം. 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അർജുന്റെ മൃതദേഹം കണ്ടെത്തി. പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് 72 ദിവസം നീണ്ട കാത്തിരിപ്പിന് വിട നൽകി. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മൃതദേഹം ഗംഗാവാലി പുഴയിൽ നിന്നും കണ്ടെത്തി. ട്രെഞ്ചർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ നിർണായക പരിശോധനയിലാണ് അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ നിന്നും മൃതദേഹവും കണ്ടെത്തിയത്. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. സ്കൂൾ കലോത്സവം സെപ്റ്റംബർ 30, ഒക്ടോബർ 1 തീയതികളിൽ നടക്കും. 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം തകതിമി 2K24 സെപ്റ്റംബർ 30, ഒക്ടോബർ 1 തീയതികളിൽ നടക്കും. മുനിസിപ്പൽ ചെയർമാൻ KM ലാജി ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ മാനേജർ ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ അധ്യക്ഷനാവും. പ്രശസ്ത TV സീരിയൽ താരം ചെറുന്നിയൂർ ബാബു മുഖ്യാതിഥിയായിരിക്കും. പ്രയാഗ 2K24ന്റെ സമ്മാനദാനം നടന്നു. പ്രയാഗ 2K24 പഞ്ചഭാഷാ മേളയുടെയും ശാസ്ത്രമേളയുടെയും സമ്മാനദാനം 2024 സെപ്റ്റംബർ 26 തീയതി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനിമോൾ നിർവഹിച്ചു. പഞ്ചഭാഷാ മേളയിൽ മലയാളവും ശാസ്ത്രമേളയിൽ സാമൂഹിക ശാസ്ത്രവും 1ാം സ്ഥാനം കരസ്ഥമാക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 1000 വർഷം പഴക്കമുള്ള വൃക്ഷത്തിന്റെ വിത്ത് മുളപ്പിച്ചതായി ശാസ്ത്രജ്ഞർ. ലാപത ലേഡീസ് ഓസ്കാറിലേക്ക്. കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യം സൂക്ഷിക്കുന്നത് കുറ്റകരം. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. വെടിനിർത്തണമെന്ന് അമേരിക്ക, ആണടിക്കുമെന്ന് നെതന്യാഹു. വേണാട് എക്സ്പ്രസിൽ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വൈറൽ പനിക്കെതിരെ ജാഗ്രത വേണം. 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശിവഗിരി HS റേഡിയോയിൽ ഇന്ന് പ്രാദേശിക സ്ഥലനാമ വിവരണം നടത്തുന്നത് അമൃത S. അഞ്ചുതെങ്ങ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു തീരപ്രദേശമാണ് അഞ്ചുതെങ്ങ്. വർക്കലയിൽ നിന്നും 12 കിലോമീറ്റർ മാറിയാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യവാഴ്ചയുടെയും ഗ്രാമീണ ജീവിതത്തിൻ്റെയും ഒരു സംയോജനമാണ് അഞ്ചുതെങ്ങ്. പ്രശസ്തമായ അഞ്ചുതെങ്ങ് കോട്ട, ലൈറ്റ് ഹൗസ്, മാമ്പള്ളി ഹോളി സ്പിരിറ്റ് ദേവാലയം, സെന്റ് പീറ്റേഴ്സ് ദേവാലയം ഇവയെല്ലാം ചേർന്ന് ഈ തീരപ്രദേശത്തിന് ഭംഗി കൂട്ടുന്നു. ഈ പ്രദേശത്തിൽ എക്കൽമണ്ണ് കലർന്ന മണ്ണാണ് ഉള്ളത്. ചുറ്റും കടലും കായലും. അഞ്ചുതെങ്ങിന്റെ ആദ്യ പേര് അഞ്ചിങ്ങൽ എന്നായിരുന്നു. ഉദാത്തമായ ഭവനം അഥവാ ക്ഷേത്രം എന്നർത്ഥം. ഒരു തമിഴ് പദമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇത് അഞ്ചിങ്ങോ ആയി. ബ്രിട്ടീഷ് ഭരണകാലത്ത് അഞ്ചിങ്ങോ എന്നായിരുന്നു. പിന്നീട് അഞ്ചുതെങ്ങെന്ന് അറിയപ്പെടുന്നു. 5 ചുമട് താങ്ങി നിലനിന്നിരുന്നു എന്നും 5 ചുമട് താങ്ങി എന്നായിരുന്നു ആദ്യ രൂപമെന്നും പറയപ്പെടുന്നു. 5 ശിഖരങ്ങളുള്ള ഒരു തെങ്ങ് ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്നും ആവശ്യമുള്ള കായ്ഫലം ലഭിച്ചു എന്നും അങ്ങനെ അഞ്ചുതെങ്ങായും അറിയപ്പെടുന്നു. ജലമാർഗമുള്ള വ്യാപാര സൗകര്യം പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് വ്യാപാരികളെ ഈ സ്ഥലത്തേക്ക് ആകർഷിച്ചു. 1673
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണ്ടകശാല തുറന്നത് ഈ സ്ഥലത്തിലെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. കുരുമുളകും ചീട്ടിത്തുണിയുമായിരുന്നു പ്രധാന വിപണന സാധനങ്ങൾ. 1690 ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ ബ്രിട്ടീഷുകാർ ഈ സ്ഥലം കൈവശപ്പെടുത്തി. 1690 കോട്ട കെട്ടുവാനുള്ള അനുവാദം റാണി നൽകി. 1695 കോട്ട പണി പൂർത്തിയായത്. വിഴിഞ്ഞം, കുച്ചൽ, ഇടവ തുടങ്ങിയ കച്ചവട സങ്കേതങ്ങൾ ഒക്കെ അഞ്ചുതെങ്ങിന്റെ നിയന്ത്രണത്തിലായിരുന്നു. യുദ്ധകാലത്ത് യുദ്ധസാമഗ്രികളുടെ സംഭരണശാലയും വിതരണ കേന്ദ്രവുമായിരുന്നു ഇവിടം. 1801 വേലുത്തമ്പി ദളവയുടെ അനുയായികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചു. അതോടെ പണ്ടകശാല അടച്ചുപൂട്ടി. 1906 അഞ്ചുതെങ്ങിൽ പ്രത്യേക റവന്യൂ ജില്ലയാക്കി. 1950 ഈ പ്രദേശം തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ ലയിച്ചത്. അഞ്ചുതെങ്ങ് വിപ്ലവമെന്നും ആറ്റിങ്ങൽ കലാപമെന്നുമൊക്കെ ചരിത്രത്തിൽ വിശേഷണങ്ങളുള്ള കലാപം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ്. അഞ്ചുതെങ്ങിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീ ജ്ഞാനേശ്വര ക്ഷേത്രം, സ്വാമി മഠം ഇവ രണ്ടിലും പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. കുമാരനാശാനും വക്കം ഖാദറും ഈ പഞ്ചായത്തിന്റെ സന്തതികളാണ്. പ്രസിദ്ധമായ ഗുസ്തി മത്സരം ഇവിടെ നടന്നിരുന്നു. അഞ്ചുതെങ്ങ് കായലിൽ വള്ളംകളി പതിവായിരുന്നു. ബോർഡ് ബോയ്സ് LPS കോന്നിയിലാണ് ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത്. അടുത്ത പ്രാദേശിക സ്ഥല നാമവിവരണവുമായി ഉടനെ എത്തുന്നു ശിവഗിരി HS റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ഷിഫ മിർസ 7ാം ക്ലാസ് D ഡിവിഷൻ. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യവും ഉത്തരവും: ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കപ്പ് നേടിയ രാജ്യം ഇന്ത്യ. ആഴ്ചയിലെ ചോദ്യം: 2025 ഓസ്കാർ പുരസ്കാരത്തിനായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.